ഏകദേശം ഒരു 4-5 ദിവസത്തിന് മുമ്പാണ് ബഹ്റൈനിലെ ഒരു മലയാളി കുടുംബം ഉംറക്ക് പോകുന്നത്. ഒരു 40-കാരനായ ഒരു ചുറുചുറുക്കുള്ളൊരു യുവാവ് സ്വന്തം ഉമ്മയെയും കൈപ്പിടിച്ചിട്ട് ഉംറ ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. 35 ലക്ഷത്തോളം പേർ പങ്കെടുത്ത സംഭവ ബാഹുല്യമായ ആരാധനക്കിടയിൽ സ്വന്തം ഉമ്മാൻ്റെ കൈ ആ മകന് നഷ്ടപ്പെടുന്നുണ്ട്. 4 ദിവസത്തോളം തിരഞ്ഞു. ഉമ്മാനെക്കുറിച്ചൊരു ഐഡിയയുമില്ല. എന്തിലധികം പോലീസുകാർ തിരഞ്ഞു, നാട്ടുകാർ തിരഞ്ഞു, ഉംറവേളയിൽ പങ്കെടുത്ത മറ്റു സഹോദരന്മാർ തിരഞ്ഞു. ഒരു ഐഡിയയുമില്ല. അവസാനം KMCC പ്രവർത്തകർ ആ ഉമ്മാനെ കണ്ടുപിടിച്ച് ആ മകൻ്റെ മുമ്പിലെത്തിക്കുന്നുണ്ട്. എടാ, മുഖമെല്ലാം ചുക്കിച്ചുളിഞ്ഞ, നാടി നിരമ്പുകളെല്ലാം ചുളിഞ്ഞിട്ട് വയോവൃദ്ധയായി പോയ ആ പാവപ്പെട്ട ഉമ്മ സ്വന്തം മോൻ്റെ അടുത്ത് ചെന്നെത്തി നിൽക്കുമ്പോഴുള്ള ആ വീഡിയോ കണ്ട കരയാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാവുകയില്ല. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഓർഡറും പിടിച്ചിട്ട് പർവ്വതത്തിൽ കയറാൻ പോണ നേരത്ത് ജിബ്രീൽ വന്ന് പറയുന്നുണ്ട്, മൂസേ നോക്കി കയറ്, സൂക്ഷിച്ച് കയറണം. തിരിച്ച് ജിബ്രീലിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, എന്താ ജിബ്രീലേ ഇങ്ങനെയൊക്കെ പറയണേന്ന്. ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ ഉമ്മയില്ല, അതുകൊണ്ട് പർവ്വതത്തിൽ കയറുമ്പോൾ നീ സൂക്ഷിച്ചു കയറണം. എടാ, ഉമ്മ എന്നുള്ളത്, മദർ ഈസ് ദി ഓൺലി വൺ പേഴ്സൺ who carries you 10 months in her belly and 3 years in her arms and forever in her hearts. 10 മാസത്തോളം ഗർഭം ചുമന്ന് 3 മാസത്തോളം തോളിലേറ്റി സദാസമയം മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു റാണി ഉണ്ടെങ്കിൽ അത് നിന്റെ സ്വന്തം പൊന്നുമ്മയാണോ. ചുറുചുറുക്കുള്ള സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന സമയത്ത് ഉമ്മ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ 60-70 വയസ്സ് തികയുമ്പോൾ നരമ്പ് നാഡികൾ ചുളിയുമ്പോഴും മുഖം അവശതയിലേക്ക് നീങ്ങുമ്പോഴും ആ സ്ത്രീ ഉമ്മ തന്നെയാണ്. വൃദ്ധസദനങ്ങൾ കൊണ്ടും വീടുകൾ തട്ടി അകറ്റുമ്പോഴും നീ ഉപേക്ഷിക്കുന്നത് വീട്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അത് ഉമ്മ നഷ്ടപ്പെട്ടവർക്കേ അതിൻ്റെ വേദന അറിയുകയുള്ളൂ. ലഹരിക്ക് അഡിക്റ്റായ ആശികെന്ന പൊന്നുമോന് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് തേങ്ങ പൊളിക്കാൻ മടാള് വാങ്ങി വരുമ്പോഴും ആ ഉമ്മ അത് കാണുന്നുണ്ടായിരുന്നു. ആശിക്കിനോട് പറയുന്നുണ്ടായിരുന്നു, മൂർച്ച കൂട്ടുകയാണെങ്കിൽ അത് വെള്ളാരക്കല്ലിൽ വെച്ച് മൂർച്ച കൂട്ടുകയാണെങ്കിൽ അതൊന്നും കൂടി പവറായി കിട്ടും. ആ പൊന്നുമ്മക്കറിയില്ലായിരുന്നു ഈ പൊന്നുമോനായ ആശിക്ക് മൂർച്ച കൂട്ടുന്നത് തൻ്റെ കഴുത്തിൽ വെക്കാനുള്ള മടാളായിരുന്നു എന്ന്. ഒരു ഉമ്മ പോലും സ്വപ്നം കാണാത്ത, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു മക്കളായിട്ട്, നീചരായിട്ട് ഒരിക്കലും ഞാൻ മാറിപ്പോകരുത്. ആ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സുവർഗമുള്ളത്. ഉമ്മയെ നീ പൊന്നുപോലെ നോക്കിയോ ഇരുലോകത്തും നിനക്ക് ഓട്ടോമാറ്റിക്കലി വിജയിക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്.